മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/12/1981 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചോതിയാണ് നക്ഷത്രം, ചോതി 4-ാം പാദം. ധനു ലഗ്നം, ലഗ്നത്തിൽ സൂര്യൻ, ബുധൻ, 2-ൽ ശുക്രൻ, കേതു, 3 ശൂന്യം, 4-ൽ ഗുളികൻ, 5, 6, 7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ രാഹു, 9 ശൂന്യം, 10-ൽ കുജൻ, ശനി, 11-ൽ ചന്ദ്രൻ, ഗുരു, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില സ്ത്രീ ജാതകമാണത്. ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണത്. ഇപ്പോഴത്തെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. വിവാഹ സംബന്ധമായി ഒരല്പം അകൽച്ചയിലാണ് ഈ വ്യക്തി ഇപ്പോൾ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ്? ലഗ്നാൽ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനായി വരികയും ബുധൻ ലഗ്നത്തിൽ സൂര്യനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. ഒരു കാരണം അതുതന്നെയാണ്. 7-ാം ഭാവാധിപൻ സൂര്യനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, പിണക്കങ്ങൾ പോലെയുള്ള അകൽച്ചകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടേക്ക് 1, 2, 3, 4, 5, 6 രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു 6, 7, 9, 12 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനോടൊപ്പം നിൽക്കുകയും അവിടേക്ക് രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടിയും വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് കുജൻ ശനിയോടൊപ്പം നിൽക്കുന്നു. ശനിയാണെങ്കിൽ വർഗോത്തമം ചെയ്തു നിൽക്കുന്നു. അങ്ങനെയുള്ള കുജൻ 4, 7, 8 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുജൻ്റെ 4ാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് ലഗ്നത്തിലേക്ക് 7-ാം ഭാവാധിപനുമായി നിൽക്കുന്ന ലഗ്നത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ 2 മോശം ദൃഷ്ടികളുണ്ട്. 1 രാഹുവിൻ്റെ ദൃഷ്ടി, 2 കുജൻ്റെ ദൃഷ്ടി. കുജനും ബുധനും അത്ര നല്ല ബന്ധമല്ല. അതുപോലെ തന്നെയാണ് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം അല്പം ചൂടനും മുൻചുണ്ടിക്കാരനും അല്ലെങ്കിൽ വാശിയുള്ള ആളുമായിട്ടുള്ള സൂര്യനോടൊപ്പം നിൽക്കുന്നു എന്നതും, അതുപോലെ തന്നെ അവിടേക്ക് കുജൻ ദൃഷ്ടി ചെയ്യുന്നു എന്നതും വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ അകൽച്ചകളെ അല്ലെങ്കിൽ തർക്കങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പിണക്കങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് നടക്കുന്നതും എന്ത് ദശയാണ്? 2017 ഡിസംബർ 15-ാം തീയതി തൊട്ട് ബുധദശ എന്ന് വച്ചാൽ വിവാഹ സംബന്ധമായി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം എല്ലാം കൊണ്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് എന്നർത്ഥം. ഇവിടെ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടെ. വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ കേതുവിനോടൊപ്പം 2-ൽ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. അപ്പോൾ 3 കാരണങ്ങൾ, അതായത് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനോടൊപ്പം നിൽക്കുന്നു, അവിടേക്ക് രാഹുവിൻ്റെയും കുജൻ്റെയും ദൃഷ്ടി വരുന്നു, അതുപോലെ തന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു. ഈ 3 കാരണങ്ങൾ നിമിത്തം വിവാഹ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതിന് ഈ വ്യക്തിക്ക് തന്നെ ചില കാര്യങ്ങളുമുണ്ട്. അതായത് ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനം, സന്താന സ്ഥാനം, അതിൻ്റെ അധിപൻ കുജൻ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ശനിയോടൊപ്പം നിൽക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് വളരെ കട്ടി മനസ്സായിരിക്കും. അനുരഞ്ജനങ്ങൾക്ക് രഹിതമായിട്ടുള്ള, എന്ന് വെച്ചാൽ ഒരു പ്രശ്നമുണ്ടായി അതെങ്ങനെയെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചകളില്ലാതെ പെരുമാറാൻ സാധ്യതയുള്ള ഒരു വ്യക്തി. വലിയ അലിവൊന്നും ഇക്കൂട്ടർക്ക് കാണുകയില്ല എന്ന് സാരം. ഞാൻ പിടിച്ച മുയലിന് 3.5 കൊമ്പുണ്ട് എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? ഇത്തരക്കാർക്ക് പ്രത്യേകിച്ചും 5-ാം ഭാവാധിപനായിട്ട് കുജൻ അല്ലെങ്കിൽ 5-ാം ഭാവാധിപനായിട്ട് ശനിയൊക്കെ വരുന്നു. അതൊന്നുകിൽ കുജനോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ കുജനാണെങ്കിൽ ശനിയോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നല്ല കട്ടിയുള്ള മനസ്സായിരിക്കും. അതുപോലെ തന്നെയാണ് അതിലേക്ക് ചേർത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യം, 4-ൽ നിൽക്കുന്ന ഗുളികൻ 5-ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. എന്ന് വച്ചാൽ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4 ഇദ്ദേഹത്തിന് അമ്മയുമായി അത്ര നല്ല ബന്ധങ്ങളില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4-ലെ ഗുളികൻ മാതാവിൻ്റെ സ്ഥാനം. അതുപോലെ തന്നെ സഹോദര സ്ഥാനം 3, അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വന്നിട്ടുണ്ട്. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ ഗുളികൻ
4 ഗുളികനെ ശ്രദ്ധിക്കുക തന്നെ വേണം എന്ന് സാരം. അതുപോലെ തന്നെ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു അവസ്ഥ കൂടെ 4 ഗുളികൻ പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ലോൺ പോലെയുള്ള EMI പോലെയുള്ള അടവുകൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇത്തരം ആളുകൾ ചിന്താശേഷിയുടെ കുറവ് കൊണ്ട് എടുത്തു ചാടിയാൽ അതിൽ നിന്നും ഊരി വരാൻ ഒരല്പം കാലതാമസം എടുക്കും. അല്ലെങ്കിൽ അതുവഴി ബുദ്ധിമുട്ടുകൾ മനോവിഷമങ്ങൾ ഉണ്ടായ ശേഷം മാത്രമായിരിക്കും ഊരി വരിക എന്ന് സാരം. 4 ഗുളികൻ, 4 ശനി, 4 രാഹു പോലെയുള്ള 4 കേതു പോലെയുള്ള അവസ്ഥകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകം ഇത്തരം കാര്യങ്ങളൊക്കെ ചില ആളുകളെ കണ്ടിട്ടില്ലേ, ലോണുകളൊക്കെ എടുക്കും, ഒരു കൃത്യമായി അടച്ച് കറക്റ്റ് സമയത്തിന് മുൻപേ തന്നെ അത് പൂർത്തിയാക്കും. എന്നാൽ ചില ആളുകൾ അടയ്ക്കാനുള്ള സ്ഥിതി ഉണ്ടായിരുന്നാൽ തന്നെയും ലോണൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വന്നു ചാടുകയും ആ ലോൺ അടവ് കൃത്യമായി പൂർത്തിയാക്കുകയില്ല, അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുവഴി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ആലോചിച്ചും കണ്ടും ചിന്തിച്ചും കൃത്യമായി നടപ്പിലാക്കാൻ പറ്റും, വരുതിയിൽ നിർത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ആളുകൾ, പ്രത്യേകിച്ചും 4 ഗുളികൻ, രാഹു, കേതു, ശനി പോലെയുള്ള ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന, ശനിപുത്രനാണ് ഗുളികൻ, പ്രത്യേകിച്ചും ഗുളികനെ വളരെ പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കുക. ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കാൻ അതിവിദഗ്ധനാണ് ഗുളികൻ. ഈ ഗുളികനൊക്കെ 4-ൽ നിന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 4 വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാങ്ക് ലോൺ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മനസ്സ് വാശി കൂട്ടും, ദേഷ്യം കൂട്ടും, കടുപ്പ ഹൃദയം കൂട്ടും. 5-ാം ഭാവാധിപനാവട്ടെ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ശനിയോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ശ്രമിച്ചു കഴിഞ്ഞാൽ അന്ന് പരിഹരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് പൊതുവെ മനസ്സുകൊണ്ട് സ്വീകരിക്കുമെന്ന് സാരം. ശ്രദ്ധിക്കേണ്ടുന്നൊരു പോയിൻ്റ് തന്നെയാണത്, വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന പോയിൻ്റ് തന്നെയാണത്. ജീവിതത്തിൽ പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. തർക്കിക്കാനായാലും തല്ലുകൂടാനായാലും എന്തിനായാലും. ഇത്തരം കാര്യങ്ങൾ ഇത്തരം വ്യക്തികൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക. വാശി, അതായത് ലഗ്നാധിപനായിട്ട് ഉള്ള ഗ്രഹം വ്യാഴമാണ്, 11-ൽ നിൽക്കുന്നു. ചന്ദ്രനോടൊപ്പം ഗജകേസരി യോഗം ചെയ്താണ് നിൽക്കുന്നത്, നല്ലത് തന്നെയാണ്. പക്ഷേ 1, 2, 3, 4, 5, 6, 7 വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത് ഗുളികൻ്റെ നെഗറ്റീവിനെ കുറയ്ക്കുകയും ആവർത്തിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് അനുരഞ്ജന ശ്രമങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലുമാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിയൊക്കെ തെറ്റായ രത്നങ്ങളാണ് ഇട്ടിട്ടുള്ളത് എന്നും അറിയാൻ കഴിഞ്ഞു. ബർത്ത് സ്റ്റോൺ അല്ലെങ്കിൽ ലക്കി സ്റ്റോൺ എന്നൊക്കെ പറയുന്നത് വളരെ പവർഫുള്ളാണ്. ഇടേണ്ടുന്നൊരു രീതിയുണ്ട്. ആ രീതിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായി അതിന് റിസൾട്ട് കിട്ടും. ഇദ്ദേഹം ഒരു കാരണവശാലും മരതകം പോലെയുള്ള രത്നങ്ങളൊന്നും ധരിക്കാൻ പാടില്ല, ബുധദശയാണെന്നും പറഞ്ഞു. മരതകമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ സാധ്യത വളരെ കൂടുതലായിരിക്കും. അത് മാറ്റുന്നതിനും കൃത്യമായിട്ടുള്ള രത്നം എന്ത് ധരിക്കണമെന്നും ആ വിളിച്ച ആളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതങ്ങനെ അങ്ങനെ ചെയ്യിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും ദശ വെച്ചൊക്കെ, അതായത് രാഹുദശയാണെങ്കിൽ ഗോമേതകം, അല്ലെങ്കിൽ വ്യാഴദശയാണെങ്കിൽ മഞ്ഞപുഷ്പകം, അതല്ല ശനിദശയാണെങ്കിൽ ഇന്ദ്രനീലം, അതല്ല ബുധദശയാണെങ്കിൽ മരതകം, അതല്ല കേതുവാണെങ്കിൽ കാറ്റ്സൈ വൈഡൂര്യം, അതല്ല ശുക്രനാണെങ്കിൽ ഡയമണ്ട് പോലെയുള്ള രത്നങ്ങളൊക്കെ വാരിയിടാറുണ്ട്. രത്നങ്ങൾ എപ്പോഴും ധരിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ പൊസിഷൻ, അതിൽ തന്നെ സൂര്യദശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം കരുതി മാത്രമേ, അല്ലെങ്കിൽ ശുക്രദശയാണെങ്കിൽ അല്ലെങ്കിൽ ശനിദശയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രഹങ്ങളുടെ ഒന്നും രത്നങ്ങൾ വാരിയിടാൻ പാടില്ല. അതുകൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. കൃത്യമായി അറിഞ്ഞ ശേഷം കൃത്യമായി ഗ്രഹനില വിശകലനം ചെയ്ത് ഏത് രത്നമാണ് എന്ത് സമയത്താണ് ധരിക്കേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞ ശേഷം മാത്രമേ രത്നങ്ങളിൽ തൊട്ട് കളിക്കാൻ പോകാവൂ എന്ന് സാരം. ഇദ്ദേഹത്തിന് ദശകൾ എടുക്കുന്ന സമയത്ത് രാഹു ദശയിലായിരുന്നു ജനനം. 82 വരെ രാഹു, ശേഷം 98 വരെ ഗുരു, ശേഷം 2017 വരെ ശനിദശ, അതിനുശേഷം ബുധദശ, ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള സൂര്യനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന കുജൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശ. 7-ാം ഭാവാധിപൻ. വിവാഹ സംബന്ധമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും പറ്റിയ സമയം നേരത്തെ പറഞ്ഞു. 2034 വരെ ബുധദശയാണ്. അതിനുശേഷം കേതുവിനെയും ശ്രദ്ധിക്കണം. കേതു നിൽക്കുന്നത് വിവാഹകാരകൻ്റെ ഒപ്പമാണ്. രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്കുണ്ട്. അപ്പോൾ കേതുദശയും വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കേതു പോലെയുള്ള സ്വാപഹാരങ്ങളും രാഹു പോലെയുള്ള അപഹാരങ്ങളെയും കരുതി തന്നെ ഇരിക്കുക. ഏതു സമയത്തും മുന്നിൽ ഒരു ചതിക്കുഴിയുണ്ട് എന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് എന്ന് സാരം. തലയില്ലാത്ത ഛായാഗ്രഹം കേതു. ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും
അനാവശ്യമായി നമ്മളെക്കൊണ്ട് സമയം കളയിക്കുകയും എന്നാൽ അവസാനം എത്തുമ്പോൾ റിസൾട്ട് ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളുമായി ആളുകൾ വിളിക്കാറുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഛായാഗ്രഹം തന്നെയാണ് കേതു. മറിച്ച് രാഹു ആണെങ്കിൽ 18 കൊല്ലമാണ് അതിൻ്റെ അനുഭവങ്ങൾ വരിക. കേതുവിന് ശേഷം ശുക്രദശ 15-12-2061 വരെ. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധനിൽ ചന്ദ്രൻ്റെ അപഹാരമാണ്. 14-1-2025 തൊട്ട് 15-6-2026 വരെ ബുധദശയിൽ ചന്ദ്രൻ്റെ അപഹാരം. ചന്ദ്രൻ നല്ല ചന്ദ്രൻ തന്നെയാണ്, അതായത് വ്യാഴത്തോടൊപ്പമാണ് നിൽക്കുന്നത്. ഗജകേസരി യോഗമുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ സൂര്യനോടൊപ്പം നിൽക്കുന്നു. 10ൽ കുജൻ, ശനി. ഈ വ്യക്തി പഠിച്ച ജോലിയല്ല ചെയ്യുന്നത്. അതായത് എന്തിനാണോ ട്രെയിൻഡ് ആയത്, എന്താണോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്, അതിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ളൊരു മേഖലയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. അതും ഇത്തരം ഗ്രഹനിലകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനോടൊപ്പം രാഹുവിൻ്റെയും കുജൻ്റെയും ദൃഷ്ടിയേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ജോലി ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുക എന്ന് പറയുന്നത്. കിട്ടുന്നതിനെ തിരഞ്ഞെടുക്കേണ്ടി വരും. നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കില്ല കിട്ടുന്നതിനെ തിരഞ്ഞെടുത്ത് സംതൃപ്തിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. എന്നാൽ അതിന് ലഗ്നം വെച്ചും അതുപോലെ തന്നെ 10ാം ഭാവം വെച്ചുമുള്ള കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉദ്ദേശിച്ച ജോലിയിലേക്കൊരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതും ഞാൻ ആ വിളിച്ച വ്യക്തിയോട് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വ്യക്തികളൊക്കെ, ഇത്തരം ഗ്രഹനിലയുള്ള ആളുകളൊക്കെ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ കൃത്യമായി മുന്നോട്ട് പോവുക. അങ്ങനെ പോയാൽ കണ്ണടച്ച് കുഴിയിൽ വീഴേണ്ടുന്ന ആവശ്യമുണ്ടാകില്ല. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.